നിർബന്ധ ഗർഭഛിദ്രവും വന്ധ്യകരണവും നടപ്പിലാക്കിയിരുന്ന ചൈന ഇപ്പോൾ വയസ്സന്മാരുടെ നാടായിക്കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ മൂന്നാം വർഷവും കുത്തനെ ഇടിയുകയാണ് ചൈനയുടെ ജനസംഖ്യ. ചൈനയുടെ നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2005 ജനുവരിയിലെ കണക്കു പ്രകാരം പോയ വർഷത്തെ അപേക്ഷിച്ച് ചൈനയിലെ മൊത്തം ജനസംഖ്യയിൽ 1.39 ദശലക്ഷത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത്. 2023 ഇതിലും വലിയ ഇടിവാണ് ഉണ്ടായത്. വർഷങ്ങളോളം രാജ്യം കാർക്കശ്യത്തോടെ നടപ്പിലാക്കിയ ഒറ്റക്കുട്ടി നയവും പുതിയ തലമുറയുടെ മാറിയ ചിന്താഗതിയും കുട്ടികളെ വളർത്താനുള്ള ഭാരിച്ച ചെലവുകളും ഒക്കെ ഒരു സീനിയർ സിറ്റിസൺ അഥവാ വയസ്സന്മാർ കൂടുതലുള്ള ഒരു വയസ്സൻ രാജ്യമായി ചൈനയെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. പ്രായമാകുന്നവരുടെ ജനസംഖ്യയിൽ മാത്രമുണ്ടാകുന്ന വർധനവ് ചൈനയിലെ യുവ തൊഴിലാളികളുടെ മേൽ കനത്ത ഭാരമുണ്ടാക്കുന്നു. അംഗൻവാടികൾ അടച്ചുപൂട്ടുമ്പോൾ വൃദ്ധസദനങ്ങൾ പുതിയവ തുറന്നുകൊണ്ടിരിക്കുകയാണ്. 1970 ചൈനയിലെ ജനസംഖ്യ 100 കോടിയിലധികമായി ഉയർന്നപ്പോൾ ആണ് വികസ്വര ചൈനയ്ക്ക് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ജനസംഖ്യ നിയന്ത്രണം ആവശ്യമാണെന്ന ഒരു പുതിയ ചിന്ത ഉദിച്ചത്. 1979 ചൈനയിൽ ഒറ്റക്കുട്ടി നയം നടപ്പിലാക്കി. ഈ നയം കർക്കശമായി തന്നെയാണ് ഗവൺമെന്റ് നടപ്പിലാക്കിയത്. ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് കടുത്ത പിഴ ചുമത്തി. ഇതോടെ ജനസംഖ്യയിൽ ഇടിവ് സംഭവിക്കാൻ തുടങ്ങി. എന്നാൽ കാര്യങ്ങൾ മാറിമറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ ചൈനയിൽ നിന്നും കാണുന്നത്. ഏത് വിധേനയും കുട്ടികളുടെ ജനന നിരക്ക് വർദ്ധിപ്പിക്കാൻ പാടുപെടുന്ന ചൈനയെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റക്കുട്ടി നയം 2018 പിൻവലിച്ചെങ്കിലും 2016 പിൻവലിച്ചെങ്കിലും ജനസംഖ്യ കുത്തനെ ഇടിയുന്ന പ്രവണതയ്ക്ക് മാത്രം മാറ്റമുണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം 95 ലക്ഷം കുഞ്ഞുങ്ങൾ മാത്രമാണ് ജനിച്ചത്. നോക്കുക, 100 കോടി 140 കോടിയോളം അതിലധികമോ ജനങ്ങളുള്ള ചൈനയിൽ ഒരു വർഷം ജനിച്ചത് 1 കോടിയിൽ താഴെ കുഞ്ഞുങ്ങളാണ്. 60 വയസ്സിന് മുകളിലുള്ള 31 കോടി ജനങ്ങൾ ചൈനയിലുണ്ട്. 60 വയസ്സിൽ മുകളിലുള്ള പ്രായമുള്ള ആളുകൾ 31 കോടിയിലധികം ചൈനയിലുണ്ട്. വിവാഹത്തോടുള്ള പുതിയ തലമുറയുടെ താല്പര്യം നാൾക്ക് നാൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ചൈനയിൽ നിന്നും കേൾക്കുന്ന മറ്റൊരു വാർത്ത. ഈ കാര്യത്തിൽ മറ്റു ചില രാജ്യങ്ങളും ചൈനക്ക് കൂട്ടായുണ്ട്. വയസ്സന്മാരുടെ നാടായിക്കൊണ്ടിരിക്കുന്നത് ചൈന മാത്രമല്ല, ചൈനയുടെ അപ്പുറം ഇപ്പുറമൊക്കെയുള്ള ദക്ഷിണ കൊറിയ, തായ്വാൻ, ജപ്പാൻ എന്നീ രാജ്യങ്ങളെല്ലാം സമാനമായ രീതിയിൽ വയസ്സൻ രാജ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കാൻ ചൈനക്കാരോട് പ്രസിഡന്റ് ആഹ്വാനം ചെയ്തെങ്കിലും അതുകൊണ്ടൊന്നും മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ചൈന വയസ്സന്മാരുടെ രാജ്യമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.